ആദിവാസി വയോധികയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർക്ക് സസ്പെൻഷൻ. വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർക്ക് ശുപാർശ ചെയ്യും. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, എന്താണെങ്കിലും സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർക്ക് സസ്പെൻഷൻ നടപടി വരുന്നു. മറ്റെന്തൊക്കെ നടപടികളാണ് ഇതിന് പിന്നാലെ ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ കൂടി. സ്വാഭാവികമായിട്ടും പ്രാഥമികമായി ട്രൈബൽ വളണ്ടിയറാണ്, ട്രൈബൽ പ്രൊമോട്ടറാണ് ഈ കാര്യങ്ങൾ കോളനിയിലെ, അതായത് ഉന്നതികളിലെ ഇത്തരം കാര്യങ്ങൾ, ആളുകളുടെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരിശോധന നടന്നു. പ്രാഥമികമായി ട്രൈബൽ പ്രൊമോട്ടർക്ക് വീഴ്ച പറ്റിയെന്നാണ് മനസ്സിലായതെന്നാണ് എക്സ്റ്റൻഷൻ ഓഫീസർ പറഞ്ഞത്. തുടർന്ന് ഇതിന്റെ ഹയർ ഓഫീഷ്യൽസിന് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നൽകാൻ ജില്ലാ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ശുപാർശ നൽകാനും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് മാനന്തവാടിയിലെ എക്സ്റ്റൻഷൻ ഓഫീസർ തീരുമാനിച്ചു. അതാണ് ഈ പ്രതിഷേധക്കാരോട് സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധക്കാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. ഇതിൽ നടപടി വേണം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രാഥമികമായി ട്രൈബൽ പ്രൊമോട്ടറാണ് ഇതിൽ അനാസ്ഥ കാണിച്ചത്. കൃത്യസമയത്ത് ഈ വിവരം അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും മറ്റു വാഹനങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. എന്നാൽ വൈകിട്ട് വരെ ഈ വാഹനം കിട്ടും, പ്രൊമോട്ടർ ട്രൈബൽ വകുപ്പിന്റെ ആംബുലൻസ് കിട്ടുമെന്ന ധാരണയിൽ കഴിഞ്ഞ ദിവസം രാവിലെ മരണപ്പെട്ട ഈ വയോധികയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് വരെ 3-4 മണി വരെ കാത്തുവച്ചു. സ്വാഭാവികമായിട്ടും അതിനുശേഷമാണ് മറ്റു വാഹനങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോണ്ടി വന്നത്. അത് വളരെ വൈകാരികമായ പ്രശ്നമായി വരുന്നു. അതാണ് ഇടവക പഞ്ചായത്ത് ഭരണസമിതി, UDF ഭരണസമിതി ഒരു പ്രതിഷേധമായി എക്സ്റ്റൻഷൻ ഓഫീസിലേക്ക് എത്തി ഉദ്യോഗസ്ഥരെ അത് ബോധ്യപ്പെടുത്തിയത്. തുടർന്നാണ് ഈ നടപടികളിലേക്ക് എത്തിയത്. എന്തായാലും വലിയ തരത്തിൽ അപമാനകരമായ ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. സാങ്കേതികത്വം പറഞ്ഞ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ട്രൈബൽ ഓഫീസിന് കഴിയില്ല. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രാഥമിക നടപടി ഉണ്ടായിട്ടുള്ളത്. അതൊരു വീഴ്ചയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കാണ് ജില്ലാ ട്രൈബൽ ഓഫീസർക്ക് ഈ ഇത്തരത്തിലൊരു പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവിടുന്ന് ജില്ലാ മാനന്തവാടി എക്സ്റ്റൻഷൻ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ആ സംബന്ധിച്ച് അത്തരം നടപടികളിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും എന്താണ് ഇത്തരത്തിൽ ഒരു കാര്യം, പ്രാഥമികമായ കാര്യം പോലും ഈ ട്രൈബൽ വളണ്ടിയർമാർ അല്ലെങ്കിൽ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ ട്രൈബൽ ഓഫീസുകൾക്ക് കഴിയുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വിവാദമായത്. എന്തായാലും അതിൽ പ്രാഥമിക നടപടി ഉണ്ടായിരിക്കുന്നു. ബാക്കി നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അപമാനകരമായ കാര്യം തന്നെയാണ്. ക്ഷേമ വകുപ്പ്, പട്ടികവർഗ ക്ഷേമ വകുപ്പ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വകുപ്പിൽ നിന്ന് അവർക്ക് ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരും. രതീഷ്, ഈ ട്രൈബൽ പ്രൊമോട്ടർക്ക് ഉള്ള സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാകുമോ വരും ദിവസങ്ങളിൽ ഉണ്ടാവുക? മറ്റാരൊക്കെയായിരിക്കും ഈ നടപടികളുടെ ഭാഗമായി വരിക? സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് ഇത്തരം കോളനികളിൽ ആളുകൾ അസുഖബാധിതരായാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ഒക്കെ ഈ ട്രൈബൽ വകുപ്പ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഇവരാണ് ഈ ആംബുലൻസും മറ്റ് വാഹന സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി നൽകേണ്ടത്. അതിന് പ്രാഥമികമായ കാര്യങ്ങൾ മുന്നിട്ടിൽ നൽകാനാണ് ട്രൈബൽ പ്രൊമോട്ടർമാരുള്ളത്. ഈ പ്രൊമോട്ടർ ഭാഗത്തുനിന്ന് വീഴ്ച തന്നെയാണ് പ്രാഥമികമായിട്ട് വലിയ പ്രശ്നമായി മാറുന്നത്. അവർ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. ഓഫീസിൽ നിന്നാണ് അതിന്റെ നടപടികൾ തുടർച്ചയായിട്ട് ഉണ്ടാവേണ്ടത്. എന്നാൽ അവസാന നിമിഷമാണ് വാഹനങ്ങൾ ലഭിക്കുന്നില്ല, ആംബുലൻസ് ഇല്ല എന്നൊരു സാഹചര്യം ട്രൈബൽ പ്രൊമോട്ടർ ഈ വീട്ടുകാരെ അറിയിക്കുന്നത് വാഹനമില്ല എന്ന് അറിയിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ എവിടെയോ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്, ആശയവിനിമയത്തിന്റെ പരിമിതി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ട്രൈബൽ ഓഫീസിൽ ഈ വിഷയം യഥാസമയത്ത് അറിഞ്ഞില്ല എന്ന വിശദീകരണമാണ് ട്രൈബൽ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ട്രൈബൽ പ്രൊമോട്ടറിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ചയോടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉയർന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ സഹകരിച്ചാൽ മാത്രമേ ഇവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവരിലേക്ക് എത്തൂ. അതിന്റെ കൂടെ കാരണമാണ് ഈ വയോധികയുടെ മൃതദേഹം ഇത്ര കൃത്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് ഓട്ടോറിക്ഷയിൽ ആ മൃതദേഹം ശ്മശാനത്തിൽ എത്തിക്കാനുള്ള അവസ്ഥയുണ്ടാകുകയും ചെയ്തത്. അത് വളരെ വൈകാരികമായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. ഒരുപക്ഷെ കോളനിവാസികൾക്ക് ഈ ഈ ഉന്നതിയിലെ ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ സങ്കടമോ പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. കാരണം അവർ ഇതുമായി താരതമ്യം ചെയ്ത് കഴിയുകയാണെന്ന തോന്നലാണ് പൊതുസമൂഹത്തിലുള്ളത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഒരു
പൊതുസമൂഹത്തിലെ ആളുകൾ എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ എന്ന നിലയിൽ സ്വയം ലജ്ജിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനം നടത്തേണ്ട ഒരു വിഭാഗത്തിൽ നിന്ന് അവർക്കത് ലഭിക്കുന്നില്ല. അതിനുവേണ്ടി പ്രത്യേക വകുപ്പുകൾ ഉണ്ടായിട്ടും ഈ വിഭാഗം വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്നു പൊതുസമൂഹത്തിൽ. അവർ മരണപ്പെട്ട ശേഷവും അവരുടെ മൃതദേഹത്തിന് ലഭിക്കുന്ന ആദരവ് പോലും അതിന് ലഭിക്കുന്നില്ല. ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഇവിടുത്തെ ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്നത്. അത് കേവലം ഒരു പ്രൊമോട്ടറെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി എടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, ഇത് വലിയ രാഷ്ട്രീയ ചോദ്യമായി UDF ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉയർത്തും. കാരണം പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ മണ്ഡലമാണ് മാനന്തവാടി എന്നതാണ് രാഷ്ട്രീയമായി തീർച്ചയായും വ്യക്തമാണ്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അവർ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി തന്നെ കടന്നു പോകേണ്ടത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. എന്താണെങ്കിലും ആദിവാസി വയോധികരുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. ട്രൈബൽ പ്രൊമോട്ടർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.